Healing. Hello everyone. Good morning and good morning, good afternoon, good evening from wherever you're watching us. So ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു ലൈവ് സെഷനിലേക്ക് വന്നേക്കുന്നതാണ്. സോ ടുഡേ ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫെയ്ത്ത് ഓവർ ഫിയർ ആണ്. നമുക്കറിയാം നമ്മൾ ഓൺലൈൻ ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആണ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ആൻഡ് സാധാരണ നമുക്കറിയാം ഒരു ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഫിയർ ആണ് വരുന്നത്. അപ്പൊ ആ ഒരു ഫിയർ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു പീപ്പിൾ ടു ബി സ്കെയർഡ് ഓഫ് ഓൺലൈൻ ബിസിനസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒതന്റിസിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വി ഡോണ്ട് വാണ്ട് ദാറ്റ് ടു സ്പ്രെഡ് ചെയ്യാൻ, വി ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. സോ വി ജസ്റ്റ് വാണ്ട് ടു ഷെയർ അവർ തോട്ട്സ് അല്ലെ. നമുക്ക് അങ്ങനെ ഞങ്ങളും ആദ്യം സ്കെപ്റ്റിക്കൽ ആയിരുന്നു. നമുക്കും ആദ്യം തന്നെ ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് കേട്ടപ്പോൾ ഇത് റിയൽ ആയിട്ടുള്ള ബിസിനസ് ആണോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സ്കാം ഉണ്ടോ എന്നൊക്കെ നമ്മളും ആദ്യം ചിന്തിച്ചു. ബട്ട് വെൻ വി ഡിഡ് ദ റിസർച്ച്, അതായത് നമ്മൾ ഈ ബിസിനസിനെ കുറിച്ചുള്ള ഒരു വെബിനാർ കണ്ടതിന് ശേഷം ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തപ്പോൾ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് the business is real, and everything whatever we are doing in this business is all real things, and we have an amazing community from different parts of the world to support us also. I am community വന്നാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊരു റിയൽ ബിസിനസ് ആണെന്ന്. കാരണം പല രാജ്യത്തു നിന്നുള്ള പല പ്രൊഫഷൻസിലുള്ള ആൾക്കാർ, എസ്പെഷ്യലി ഗ്ലോബൽ ആയിട്ടുള്ള വളരെ എന്താ പറയുക ഫൈനാൻഷ്യൽസിനെ കുറിച്ച് അറിവുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ബിസിനസ്സിലേക്ക് ചേരുന്നുണ്ട്. ദ റീസൺ വൈ ഇസ് ബിക്കോസ് ദേ ഓൾ വാണ്ട് എ സൈഡ് ഹസൽ അല്ലെ, എക്സ്ട്രാ ഇൻകം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫെയ്ത്ത് ഓവർ ഫിയർ. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ അനുവിനോട് ചോദിക്കാം. അനുവിന് എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു തോട്ട് എന്താണ്, ഫെയ്ത്ത് ഓവർ ഫിയർ? അതായത് അനു വേർ യു ഫിയർഫുൾ ആദ്യം ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ? Okay. Thank you, Chechi. Thank you for having me, and hi everyone for watching us. അതെ, നമുക്ക് എപ്പോഴും ഞാൻ ഫിയർഫുൾ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഫിയർഫുൾ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ഇതിനു മുന്നേ ഈ ബിസിനസ് 2 years മുന്നേ വെബിനാർ ഒക്കെ വെച്ചാൽ ലിങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വെബിനാർ കാണാൻ പോലും റെഡി ആയില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്ട്രോങ് റീസൺ ഉണ്ടായിരുന്നു. ആ ഒരു സ്ട്രോങ് റീസൺ ഉണ്ടായിരുന്നത് കാരണം എന്റെ ഫിയർ അത് മാറി, അത് ഫെയ്ത്ത് ആയിട്ട് മാറി. ഇതിപ്പോ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താവും എന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. തുടങ്ങാതെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ ഒന്നും ആവാതിരിക്കുന്നതിലും ഭേദം ഞാനൊരു സ്റ്റെപ്പ് എടുത്ത് ഞാനൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പം അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ അമേസിംഗ് കമ്മ്യൂണിറ്റിയാണ്, നമുക്ക് തരുന്ന ട്രെയിനിങ് സിസ്റ്റമാണ്. അതിൻ്റെ അകത്തെല്ലാം നമുക്ക് പേഴ്സണൽ ഗ്രോത്തും ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല, നമ്മുടെ മൈൻഡ് സെറ്റിന് ഒരുപാട് ഷിഫ്റ്റ് ആവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചേച്ചിയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന എവറി ഡേ ചെയ്യാനുള്ള മോർണിംഗ് റുട്ടീൻസ്, അത് വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നതാണ്. അതും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അത് കൂടുതലും നമ്മൾ അതിനെ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൂടുതൽ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് ചെയ്തത് ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ്. നമ്മൾ അതിന് ടൈം കണ്ടെത്തുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയുള്ള ഒരുപാട് ടെസ്റ്റിമോണിയൽസ് നമ്മൾ ഈ ബിസിനസ്സിലൂടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്കും ആഗ്രഹം തോന്നും, നമുക്കും ആ മാറ്റം നമ്മുടെ ലൈഫിലും വരുത്തണം. സോ അപ്പൊ നമുക്ക് ഒരു രീതി മനസ്സിലാവാത്ത ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് ഫിയർ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളൊരു സ്റ്റെപ്പ് എടുത്തിട്ടേ മതിയാവത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റെപ്പ് എടുക്കാതെ വേറെ ഒരു മനുഷ്യരും എടുക്കാനായിട്ട് പറ്റത്തുമില്ല, ആരും എടുക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫിയർ ഒക്കെ ആ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പം നമുക്ക് എന്താണേലും നമ്മൾ ഗതികേടിന്റെ സമയത്ത് നമ്മൾ എന്തും ചെയ്യാനായിട്ട് റെഡിയാവും, അല്ലെ? നമ്മൾ അതിൻ്റെ അകത്ത് ഫുൾ എഫേർട്ട് ഇടുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകാം, നമ്മൾ മിക്കപ്പോഴും നമ്മൾ വലിയ വലിയ കാര്യങ്ങളെ നോക്കത്തുള്ളൂ. നമ്മൾ ചെയ്ത കാര്യങ്ങള് നമ്മൾ ഇവിടെ എത്തിയത് നമ്മൾ പേടിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ വിശ്വാസം നമ്മൾ അർപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഈ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും ഞങ്ങള് എന്താ പറയുന്നത്, മണിക്ക് ഗ്രീഡി ആയിട്ടല്ല, പക്ഷെ ഞങ്ങൾ അതിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയവും, അതേപോലെ ചിലപ്പോൾ ഏർലി ആയിട്ടുള്ള റിട്ടയർമെന്റോ അല്ലെങ്കിൽ നമ്മൾ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ്, അങ്ങനെ പല കാരണങ്ങളായിരിക്കും. അത് ചെയ്യാൻ ഞങ്ങൾ എഫേർട്ടായിട്ട് വരുന്നു. പേടിയൊക്കെ ഞങ്ങൾ സൈഡിൽ മാറ്റി വെച്ച് ഞങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി ഈ സ്റ്റെപ്പ് എടുത്ത് സക്സസ്ഫുള്ളി ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പം അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ചേച്ചി.
താങ്ക് യു സോ മച്ച് അനു. അനു പറഞ്ഞ ഒരു വേർഡ് വളരെ ഇമ്പാക്ട്ഫുൾ ആണ്. ലൈക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആരും വരില്ല അല്ലെ. നോബഡി ഈസ് ഗോയിങ് ടു കം ടു സേവ് യു, നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് പേ യുവർ ബിൽസ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആരും ഒന്നും തരില്ല. വി ഹാവ് ടു ടേക്ക് അവർ സ്റ്റെപ്പ്. അപ്പൊ പേടിയൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ദ തിങ് ഇസ് നമ്മൾ ഡ്യൂ ഡിലിജൻസ് ചെയ്യുക. ലൈക്ക് ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇത്രയും ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്, ഇത്രയും ആളുകൾ നമ്മൾ ഈ ഒരു സ്പേസിൽ വന്നിട്ട്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും പബ്ലിക് സ്പേസ് ആണ് ഇത്. ലൈക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആൾക്കാർക്ക് നമ്മളെ കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അവിടെ വന്ന് നമ്മൾ ഫേസ് കാണിച്ച് ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ that means we all believe in the system, we all know that the system works, we have a amazing ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമും ബിസിനസ് പാക്കേജും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ബിസിനസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതും. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ we want to share this with all of you all. And ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരും വന്നിട്ട് മാറ്റി തരില്ല, നമ്മൾ തന്നെ മാറ്റണം. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഓരോ ഡിസിഷൻസ് ഈ ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നത് അല്ലെ. ഇനി നമുക്ക് വേണമെങ്കിൽ റിയയോട് ചോദിക്കാം. ഹായ് റിയ. ഹലോ. തോട്ട് എന്താണ്? ഓക്കെ, താങ്ക്സ് മെലീന. എല്ലാവർക്കും ഹായ്. കാണുന്ന വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഫിയർ, പേടി എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ടായിരുന്നു, ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊസിഷനിൽ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഫിയർ, എൻ്റെ സ്ട്രോങ് ആയിട്ട് നമുക്കൊരു ഡ്രീം നമ്മുടെ മനസ്സിലുണ്ട്. ഒരു ഡ്രീം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലോ, ഒരു എയിം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലോ ദൈവം നമുക്ക് അതിനുള്ള വഴിയും കാണിച്ചു തരും. അപ്പൊ ആ വഴി കാണിച്ചു തരുന്നത് നമ്മുടെ ഡൗട്ട് അടിച്ചിട്ടോ ഫിയർ ആയിട്ടോ അത് ആ ഓപ്പർച്യൂണിറ്റി കളയാൻ പാടില്ല. നമുക്ക് ഒരു ഡ്രീമും ഒരു എയിമും എല്ലാം തന്നെ ദൈവം തരുന്നേരം അതിന്റെ കൂടെ നമുക്ക് വിവരവും വിദ്യാഭ്യാസവും വിവേകമൊക്കെ തന്നിട്ടുണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നമ്മൾ ഉപയോഗിക്കണം. അതാണ് നമ്മളൊക്കെ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അതിന്റെ ആദ്യത്തെ ഫിയർ കണ്ടപ്പം തന്നെ ഓൺലൈനിൽ വളരെയധികം സ്കാം നടക്കുന്നുണ്ട്, വളരെയധികം നമ്മൾ കേട്ടിട്ടുണ്ട്, പല സ്കാമും കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഇത് അത് തന്നെയായിരുന്നു, സ്കാം ആണോ എന്നുള്ളത്. അപ്പം അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഹോംവർക്ക് ചെയ്തു. അത് മീൻസ് നമ്മുടെ മെരീജ പറഞ്ഞ പോലെ അതൊന്ന് സ്റ്റഡി ചെയ്തു. ഈ പറയുന്ന ഈ അഡ്വർടൈസ് ചെയ്ത ആൾക്കാരെ പറ്റിയിട്ട് നോക്കി, ആൾക്കാരെ പറ്റി അറിയാനുള്ള മെയിൻ മാർഗം അവരെ പ്രൊഫൈൽ പേജിൽ കയറാന്നുള്ളത്. പേജ് അവിടെയൊക്കെ നമ്മൾ ഇഷ്ടംമാതിരി വിവരങ്ങൾ തരുന്നുണ്ട്, ഞങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഫാമിലിനെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം കാണുന്നത് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതൊരു സ്കാമാന്നല്ല. പിന്നെ അതുപോലെ മെലീന ഇതിൽ 4 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ കാർത്തിക 1 വർഷം, ഞാനും അനുവൊക്കെ 5 മാസം. അപ്പൊ ഞങ്ങളൊക്കെ പ്രൊഫഷണൽസ് ആണ്. വേറൊരു ജോബ് ഉണ്ട്, ഫാമിലി ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ വേറെ പരിപാടികൾക്കൊന്നും നടക്കില്ല. അപ്പൊ സ്കാമല്ലാന്നെല്ലാം അങ്ങനെയൊക്കെ മനസ്സിലായിട്ട് കുറച്ച് മുമ്പോട്ട് പോയി. പിന്നത്തെ പേടി ഉണ്ടായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അതൊരു വലിയ പേടിയായിരുന്നു. അയ്യോ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഗോ ലൈവ് എന്നൊക്കെ നടത്തണോ എന്നൊക്കെ ഉള്ളത്. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് മെലീനയായിരുന്നു ഞാൻ കോണ്ടാക്ട് പേഴ്സണ്. അപ്പം അവരോട് കുറെ ചോദിച്ചു, അതിനെ പറ്റിയിട്ട് വിവരം അറിഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ചെയ്യാം, ഫേസ്ലെസ് ആയിട്ട് ചെയ്യാം, ഫേസ് ആയിട്ട് ചെയ്യാം, എന്ത് വിധത്തിലും ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് അങ്ങനെ മുമ്പോട്ട് പോയിട്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പം പറയുന്നത് പിന്നെ ഫിയർ എന്ന് പറയുന്നത് നോർമലാണ്, അത് ഉണ്ടാവണം. പിന്നെ പക്ഷെ അത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി അത് തട്ടിക്കളയാൻ പാടില്ല. പിന്നെ ഞാനൊക്കെ അതുപോലെ ഫിയറിന്റെ വേറെ ഇതാണ് കംഫർട്ട് സോണിൽ നിൽക്കാന്നുള്ളത്. എനിക്ക് വേണമെങ്കിൽ എനിക്കറിയാം എന്റെ മെയിൻ വൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോർഗേജ് എത്രയും പെട്ടെന്ന് പേ ഓഫ് ചെയ്തിട്ട് എനിക്ക് ബാക്കി ഞാനിപ്പോ ആ മോർഗേജ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും ഇല്ലാതാക്കുന്നില്ല. പക്ഷെ അതൊക്കെ ചെയ്യുന്നേരം തന്നെ ചാരിറ്റി ചെയ്യുന്നേരവും വേറെ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ മനസ്സിലുണ്ട്. ചാരിറ്റി ചെയ്യുന്നത് എനിക്ക് ഓൾറെഡി ഒരു കട ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ചാരിറ്റി ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് ഞാൻ വേൾഡ് ടൂർ അല്ല വേറെ ലീഷർ ട്രിപ്പ് ഒക്കെ നടത്തുന്നത് എന്നുള്ള എപ്പോൾ നമുക്കൊരു മനസ്സിലുണ്ട് അത്. അപ്പൊ ആ കംഫർട്ട് സോണ് അപ്പൊ ഞാൻ കംഫർട്ട് സോണിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ മനസ്സിലുള്ള ചെറിയൊരു സങ്കടം എന്റെ റിട്ടയർമെന്റ് വരെ നിൽക്കും. അപ്പൊ അതെല്ലാം ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങി സോഷ്യൽ മീഡിയയിൽ ഞാൻ എനിക്ക് കുറച്ച്
മടിയുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കുറച്ച് എനിക്ക് വിവരമുള്ള തോന്നുന്ന ആൾക്കാരോട് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാനൊരു നല്ല ക്ലിയർ പിക്ചറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് അതിനെപ്പറ്റി പേടിയില്ല. ഞാൻ വരുന്നത് എൻ്റെ ജോബിന് വേണ്ടിയിട്ടാണ്, ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത്, അല്ലാതെ ഷോ ഓഫും ചെയ്യാനും ഒക്കെ ഒന്നുമല്ല. അപ്പം അങ്ങനെ നമ്മള് നമ്മളും അത് സ്റ്റഡി ചെയ്യുക, ഇതാക്കുക, മുമ്പോട്ട് പോകുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയാൻ പാടില്ല, ഒരു ഫിയർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം താങ്ക് യു റിയ, താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ ഈ ടോപ്പിക്ക് കൊണ്ടുവന്നതിന്റെ മെയിൻ ഇന്റൻഷൻ തന്നെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓൺലൈൻ ബിസിനസിനെ കുറിച്ചൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് നമുക്കതൊക്കെ ഒരു വഴിക്ക് അതങ്ങനെ നടക്കും. ബട്ട് ദ തിങ് ഇസ്, ഈ പറയുന്ന ആളുകളൊന്നും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവര് ഈ ബിസിനസ് എന്താണെന്ന് പോലും അറിയാതെയാണ് അവർ സംസാരിക്കുന്നത്. ദേ ഡോണ്ട് നോ വാട്ട് ദിസ് ബിസിനസ് ഇസ് ഓൾ അബൌട്ട്. ദേ ഡോണ്ട് നോ വാട്ട് ദ റിസോഴ്സസ് ദേ ആർ ഗിവൺ. അവർക്ക് ഈ ബിസിനസ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണത്, നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ സപ്പോർട്ടാണ് നമുക്ക് തരുന്നതെന്നൊന്നും അവര് മനസ്സിലാക്കുന്നില്ല, അവരറിയുന്നില്ല. ആൻഡ് ഇൻസ്റ്റഡ് മറ്റു ആളുകൾ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ പറയുന്ന ദ റീസൺ വൈ ദേ ആർ സേയിങ് ഇസ് ബിക്കോസ് അവര് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ആ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം നമുക്ക് ട്രെയിനിങ്സ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും യൂസ് ചെയ്യാണ്ട് അവര് ആ സമയത്ത് വേറെ പല കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ട് ട്രാവൽ ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയണ, വേറെ ലൈഫിലെ പല സന്തോഷങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ട് ഇതിനൊന്നും സമയം കണ്ടെത്താതെ പക്ഷെ ബിസിനസ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊരു റീസൺ ഉണ്ട് തുടങ്ങാൻ, അവർ തുടങ്ങുകയും ചെയ്തു. പക്ഷെ ദേ ആർ നോട്ട് ഇൻവെസ്റ്റഡ് ഇൻ ദറ്റ്. ആ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അവര് മണി ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് അവര് മാറി നിന്നിട്ട് അയ്യോ എനിക്കൊന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും, നമുക്കിപ്പോ ഈ സമയം വേറെ പലതും ചെയ്യാൻ പറ്റും. നമുക്കൊരു നെറ്റ്ഫ്ലിക്സ് കാണാം, യൂട്യൂബ് കാണാം, പലതും ചെയ്യാം. ബട്ട് വി ആർ ഓൾ ഹിയർ ബിക്കോസ് വി വാണ്ട് ടു ഗ്രോ അവർ ബിസിനസ്. അപ്പൊ അങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർസിവറൻസോട് കൂടി, ഇന്ന് ഞാൻ എന്റെ ലൈവിൽ പറഞ്ഞത്, നമ്മൾക്കൊരു കാര്യം പണിതുയർത്തുമ്പോൾ നമുക്കൊരു ചാലഞ്ചസ് ഉണ്ടാവും. ഓഫ് കോഴ്സ്, ഇപ്പൊ നമ്മൾ പുതിയ രാജ്യങ്ങളിലേക്ക് വന്നപ്പോ നമുക്കറിയാം, നമുക്ക് ഒരു നോളജും ഇല്ലാതെയാണ് നമ്മളെല്ലാവരും ഇവിടേക്ക് വന്നത്. കുറച്ച് കാര്യങ്ങൾ പലരും പറഞ്ഞെങ്കിലും ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. പക്ഷെ നമ്മൾ ആ ചാലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെ വന്നവരാണ്. വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ വന്ന ഉടനെ തന്നെ നല്ല ജോലിയും നല്ല സാഹചര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ ഭൂരിഭാഗം ആളുകളും ഒത്തിരി ചാലഞ്ചസ്, അത് മെന്റലിയും ചാലഞ്ച് ഉണ്ടാവും, പിന്നെ നമ്മുടെ ജോബ് വൈസ് ചാലഞ്ചസ് ഉണ്ടാവും, അല്ലെ? പല രീതിയിലുള്ള, ഇപ്പൊ കാനഡ പോലത്തെ തണുപ്പത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിസിക്കലി നമുക്ക് ചാലഞ്ചസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കടന്നാണ് നമ്മളൊരു സെറ്റപ്പിലേക്ക് എത്തുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ബിൽഡ്. യു ഹാവ് ടു ബി പേഷ്യന്റ്, ബട്ട് യു ഹാവ് ടു യൂസ് ഓൾ ദ റിസോഴ്സസ്. ഒത്തിരി റിസോഴ്സസിന്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഈ ബിസിനസിന്റെ അകത്തുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിയിൽ ഇരുന്ന് ചെയ്യാനും പറ്റുകയും ചെയ്യും. അതാണ് എന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. സോ നമുക്കിനി കാർത്തികയോട് ചോദിക്കാം. ഹായ് കാർത്തിക. ഹലോ ചേച്ചി, താങ്ക് യു എവറിബഡി ഫോർ വാച്ചിങ് യെസ്. താങ്ക് യു ചേച്ചി. വളരെ ചേച്ചി, നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു എന്താണ് ഒരു ആങ്സൈറ്റിയാണ്, ഈ ബിസിനസ് എനിക്ക് ശരിയാവൂ. ഏതൊരു കാര്യവും ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊരു ഫിയർ ഉണ്ടാവും. ആ ഒരു ഫിയർ ആരെ സംബന്ധിച്ചിടത്തോളവും ഈ ബിസിനസ്സിനും ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നെങ്കിൽ, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഫിയർ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫിയർ എന്ന് പറയുന്നത്, ഇതിനു മുമ്പേ ചേച്ചി പറഞ്ഞ പോലെ ഇതൊരു സ്കാം ആണോ എന്നുള്ളൊരു ഫിയർ ആയിരുന്നു എനിക്ക്. പിന്നെ ഒരു ഫിയർ ഉണ്ടായിരുന്നത്, ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ഇത് സോഷ്യൽ മീഡിയ ആണ്, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഫിയർ ഉണ്ടായിരുന്നു. എൻ്റെ പൈസ വേസ്റ്റ് ആവോ, എൻ്റെ പൈസ നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒത്തിരി ഫിയർ ഉണ്ടായിരുന്ന പല ഫിയേഴ്സ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ ബിസിനസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ് വി ഓൾ റിയലൈസ് ദാറ്റ് ഫിയർ നമ്മൾ ഓവർകം ചെയ്ത് നമുക്ക് പുറത്ത് വന്നാൽ മാത്രമേ നമ്മൾ എന്ത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് റീസൺ കൊണ്ടാണോ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, നമുക്കത് അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഫിയർ ഓവർകം ചെയ്യണം. ആ ഫിയർ ഓവർകം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ് തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഒരുപാട് നമ്മുടെ മൈൻഡ് സെറ്റ് ഹെൽപ്പ് ചെയ്യുന്ന, ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ടീമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒത്തിരി ഇൻഫർമേഷൻസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കാനുള്ളത്,
നമുക്കൊരു റീസൺ ഉണ്ട്, നമ്മൾ ആ ഒരു ജെനുവിൻ റീസണോട് കൂടിയിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഫിയർ ഓവർകം ചെയ്ത് വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിയർ ഓവർകം ചെയ്തില്ല എങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ നിൽക്കത്തേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫിയർ നമ്മളെ ഹോൾഡ് ചെയ്ത് നിന്നാൽ വി വോണ്ട് ചേഞ്ച്. ഇപ്പൊ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് എന്റെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഓവർകം ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു 1.5 വർഷത്തോളം എടുത്തു ഞാൻ ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തന്നെ. ഞാൻ ഇതിന്റെ പുറകെ നടന്നു, റിസർച്ച് ചെയ്തു. പക്ഷെ അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേജ് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ വൈസായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഐ വിൽ ബി ഗോയിങ് ടു ലൂസ് ദിസ്. അങ്ങനെയാണ് ഞാൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് എനിക്ക് മാറണം. അതായത് ഞാൻ തുടങ്ങിയത് എന്റെ ഫുൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ, എന്റെ ഫുൾ ടൈം വർക്കിംഗ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബ്, ഫാമിലിയോടടുത്ത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ല. എപ്പോഴും എന്റെ കുഞ്ഞിനെ പോലും എനിക്ക് പല കാര്യങ്ങൾക്കും കൊണ്ടുവിടണമെങ്കിൽ എപ്പോഴും ഈ സ്ട്രെസ് തന്നെ ഇങ്ങനെ എന്റെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഒരു കാര്യത്തിന് നമുക്ക് പോകണമെങ്കിലും ഒക്കെ. ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്തത്. അപ്പൊ ഞാനത് ചൂസ് ചെയ്തില്ലെങ്കിൽ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ എനിക്ക് നിൽക്കാനേ പറ്റൂ, മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. സോ ഹൂഎവർ ഇസ് വാച്ചിങ് ദിസ്, നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു ഇൻഡിവിജ്വൽസ് തന്നെ ആയിരുന്നു. പക്ഷേ വി ഡിസൈഡഡ് ദാറ്റ് വി ഷുഡ് overcome this fear, and we will overcome this fear, and then we will truly achieve what we are desiring. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്റ്റെപ്പ് എടുത്ത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വൈസ് ആയിട്ട് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. സോ whoever is watching, please don't stay back. Come out of your comfort zone and just this is an amazing opportunity that we all can enjoy. പിന്നെ അടുത്ത കുറെ ഫിയേഴ്സ് പറയുന്നത് ടെക്നിക്കൽ നോളജ് വേണോ, എക്സ്പീരിയൻസ് വേണോ, അല്ലെങ്കിൽ ശരിക്കും സക്സസ്ഫുൾ ആവോ, ഞാൻ സ്റ്റക്ക് ആയാൽ എന്ത് സംഭവിക്കും, എനിക്ക് ടൈം ഇല്ലല്ലോ, എനിക്ക് വേറൊരു ജോബില്ലേ, അതൊക്കെ ഈ ഫിയറിൽ വരുന്നതാണ്. അതിനൊക്കെയുള്ള ആൻസർ ഒക്കെ നമ്മുടെ ബിസിനസ് പേജിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അതെല്ലാം എക്സാമ്പിൾ ആണ്. അനുവാണ് നേഴ്സ്, ഒരു മോനെയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അവര് പല ആൻസറും അവിടെ തന്നെ പല ക്വസ്റ്റ്യൻസിനും ആൻസർ അവിടെ തന്നെ വന്നു. അങ്ങനെ ഫിയർ ഓവർകം ചെയ്യാന്നില്ല, ഫിയർ മാറ്റുക. ശരിക്കുള്ള നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് മാറ്റുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയാൻ പാടില്ല. അതെ അതെ, അബ്സല്യൂട്ട്ലി. കാരണം നമുക്കിവിടെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ കാർത്തിക് ആയാലും മനു ആയാലും റിയ, ഞാനൊക്കെ നമ്മളെല്ലാവരും ഇവിടെ ലൈവ് ചെയ്യാൻ വേണ്ടി വന്ന ബിസിനസ് അല്ലേ ഇത്. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ഒത്തിരി ആളുകൾ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ബിസിനസിനെ ഗ്രോ ചെയ്യാൻ ഇത് സഹായിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുത്തു. ആൻഡ് മറ്റു പലരും നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇതെങ്ങനെ ചെയ്യണം, ഇത് ചെയ്യേണ്ട രീതി എന്താണ്, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് എല്ലാവരെയും കൊണ്ടുവന്നാണ് ആദ്യം ലൈവ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ കുറച്ച് പ്രാവശ്യം ഒരുമിച്ച് ഇരുന്ന് ലൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ നിങ്ങൾ ഒറ്റപ്പെട്ട് പോയിട്ട് യു ഹാവ് ടു ഡു എവറിത്തിങ് അലോൺ, നോ, നെവർ. ദാറ്റ് ഇസ് വൈ നമുക്കൊരു മെന്ററിനെ തരുന്നതും ഒരു കോച്ചിന്റെ ഒരു ഗൈഡൻസ് തരുന്നതൊക്കെ അതിനു വേണ്ടിയാണ്. നമ്മൾക്ക് എപ്പോഴും ഒരു സഹായം ഉണ്ടാവും. ഇനിയിപ്പോ അഥവാ നമ്മുടെ മെന്ററും കോച്ചില്ലെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അമേസിംഗ് ആയിട്ടുള്ള ഒത്തിരി കോച്ചസും ഉണ്ട്. അവരുടെ എല്ലാവരുടെയും സ്ട്രാറ്റജീസും സപ്പോർട്ടും ഒക്കെ നമുക്ക് അത് ഡെയിലി ബേസിസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അവർ യൂസ് ചെയ്യുന്ന ടിപ്സ് എന്താണ്, അവർ ഗ്രോ ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ടിപ്സ് എന്താണെന്നൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്ത്. ഇപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഞങ്ങൾ അതൊക്കെ പറയുന്നതായിരുന്നു. ഓക്കെ, ഇന്ന ആൾ ഇന്നത് ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ അതൊന്ന് പോയി കാണണം. ബിക്കോസ് എവറിത്തിങ് ഇസ് റെക്കോർഡഡ് ഓൾസോ. അപ്പൊ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വിട്ടേക്കണോണ്ട് നമ്മൾ ലൈവായിട്ടൊന്നും ഇരുന്ന് കാണണമെന്നില്ല, എല്ലാവരുടെ സൗകര്യത്തിന് പോയി കണ്ടാൽ മതി. സോ അങ്ങനെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമും ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസോഴ്സസും നമുക്ക് ഉള്ളപ്പോൾ യു ഹാവ് ടു അല്ലെ, ഇപ്പൊ പറഞ്ഞ പോലെ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കുക. ഓപ്പർച്യൂണിറ്റി മൈറ്റ് നോട്ട് കം ഓൾ ദ ടൈം, എവറി ടൈം. ചിലപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഈ ഓപ്പർച്യൂണിറ്റി ചിലപ്പോ കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇതിനെ കുറിച്ച് രണ്ടാമത് ചിന്തിക്കുന്നത് പോലും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലിയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. സോ if you are right now looking at it, you are seeing it, just have that faith in yourself, believe the people whom you are talking to, and then take the next step. And that is our advice for you all today. ഒരു പെർഫെക്റ്റ് ടൈം ഒന്നും ഇല്ല നമുക്കൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ
വി ഷുഡ് സ്റ്റാർട്ട് ഇറ്റ്. ആ ഒരു കറേജസ് സ്റ്റെപ്പാണ് നമ്മളെ ആക്ച്വലി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുക, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. നമ്മള് ചെറുപ്പം മുതൽ ഇവിടം വരെ എത്തിയത് എങ്ങനെ സ്റ്റെപ്പ് എടുത്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. അതെ. അല്ല, നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്നേരം ഇവിടെ ഒന്നും ഇല്ലാതെ അവിടെ ഒരു ഫിയർ ഉണ്ടെങ്കിലും നമ്മളെ ഫെയ്ത്ത് ആയിരുന്നു നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അനു നാട്ടിൽ നിന്ന് അയർലൻഡിൽ പോയി, അയർലൻഡിൽ നിന്നാണ് അനു ഓസ്ട്രേലിയയിലേക്ക് വന്നത്. ഷീ മൈഗ്രേറ്റഡ് 2 countries and she had that faith in herself. Yes, something good is going to happen when I move there. പക്ഷേ challenges ഉണ്ടായി. She must have faced some challenges, but she still had that faith in her. Like faith ആണ് ലീഡ് ചെയ്തത്, ഫിയർ അല്ല, അല്ലേ? അപ്പൊ ആ ഫെയ്ത്തിൽ ലീഡ് ചെയ്തുകൊണ്ട് now she's happy. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒത്തിരി ചേഞ്ചസ് അനുവിന് തന്നെ തോന്നി. അപ്പൊ അതാണ് എന്താണ് നമ്മളെ ലീഡ് ചെയ്യണത്, അതായിരിക്കും നമുക്ക് കിട്ടാൻ. നമ്മള് ഫിയർ ആണ് എത്ര ചിന്തിക്കണതെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നതും ഫിയർ ആയിരിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഫെയ്ത്ത് ആണ് നമ്മുടെ ഉള്ളിലെങ്കിൽ യു വിൽ ഹാവ് ഫെയ്ത്ത് ഇൻ ദ ബിസിനസ്, യു വിൽ ഹാവ് ഫെയ്ത്ത് ഇൻ ദ പീപ്പിൾ and you will have faith in yourself. So ഇന്നത്തെ ലൈവ് ഞങ്ങൾ ഇതോടെ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. So thank you everyone for watching us, supporting us. So if you are interested, reach out to us. Comment ചെയ്തോ അല്ലെങ്കിൽ personal message ചെയ്തോ reach out to you. We will be happy to help you. We will guide you through this. And yeah, so that's it everyone. Have a wonderful day and a wonderful week, and we'll see you soon. Bye bye. Bye all. Thank you everyone.